ബി.ജെ.പി. നേതൃത്വത്തെ വെട്ടിലാക്കി വീണ്ടും കോഴ ആരോപണം. സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി വാഗ്ദാനം ചെയ്ത എം.ടി. രമേശ് 9 കോടി രൂപ കോഴ വാങ്ങിയെന്ന് ബി.ജെ.പി. മുൻ നേതാവ് എ.കെ. നസീർ. പാർട്ടിയെ അന്ന് കാര്യങ്ങൾ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും പുനരന്വേഷണം നടത്തിയാൽ തെളിവുകൾ കൈമാറുമെന്നും എ.കെ. നസീർ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി. വിവരങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, വിശദാംശങ്ങൾ. ബി.ജെ.പി. നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ടാണ് മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ ഇന്നുണ്ടായത്. ബി.ജെ.പി. മുൻ സംസ്ഥാന സെക്രട്ടറിയായ എ.കെ. നസീറാണ് പാർട്ടിയിലെ മറ്റൊരു മുതിർന്ന നേതാവായ എം.ടി. രമേശിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എം.ടി. രമേശ് 9 കോടിയോളം രൂപ കോഴയായി വാങ്ങി എന്നുള്ളതായിരുന്നു എ.കെ. നസീറിൻ്റെ വെളിപ്പെടുത്തൽ. ചെർപ്പുളശ്ശേരിയിലുള്ള കേരള മെഡിക്കൽ കോളേജിൻ്റെ ഒരു 3-4 ഡയറക്ടർമാർ ഒരിക്കൽ എന്നെ വന്ന് കണ്ടിരുന്നു. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ എന്നെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ കോളേജിൻ്റെ അനുമതി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 9 കോടി രൂപ രമേശ് വാങ്ങിച്ചു. 3 ഇടത്ത് വെച്ച്, കോഴിക്കോട് വെച്ച് വാങ്ങിച്ചു, എറണാകുളത്ത് വെച്ച് വാങ്ങിച്ചു, ട്രിവാൻഡ്രത്ത് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അത് ഒന്ന് ശരിയാക്കി തരണമെന്ന് പറയാനാണ് വന്നത്. ഒരു ദിവസം ഒരു 6:30-ക്ക് ഞാൻ ഈ വിഷയം അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീധരൻ പിള്ളയോട് സംസാരിച്ചു. പക്ഷെ ഇന്ന് വരെ പാർട്ടി പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിൽ കൊടുത്തിട്ട് പോലും പാർട്ടി അതിലൊരു നടപടി എടുത്തില്ല. അതേസമയം നേരത്തെ ഈ വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് നസീർ ഇക്കാര്യം പറഞ്ഞില്ല എന്ന ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഇന്ന് പൂർണ്ണമായും തള്ളുകയും ചെയ്തു. രമേശിൻ്റെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു. രമേശ് ഇത് നേരത്തെ വിജിലൻസ് അന്വേഷിച്ച കേസാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കേസ് വിജിലൻസ് അന്വേഷിച്ചിട്ടൊന്നുമില്ല. വിജിലൻസ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴും സത്യത്തിൽ അത് ഏതോ ഒരു കടലാസ് പൊക്കി കാണിച്ചത് നിങ്ങളുടെ റിപ്പോർട്ടാണോ എന്നാണ് കോടതി ചോദിച്ചത്. കോടതിയിൽ ഞാൻ അങ്ങനൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സംഘടനയുടെ പേരിൽ പല അന്വേഷണങ്ങളും നടത്താറുണ്ട്, അന്വേഷണവും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ കടലാസ് എൻ്റെ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് കാണിച്ചാൽ അത് ഞാൻ കൊടുത്ത റിപ്പോർട്ടാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. 9 കോടി രൂപ ഈ കോഴ കൈപ്പറ്റി എന്ന വിവരം, അതുമായി ബന്ധപ്പെട്ട ഒരു പുനരന്വേഷണം നടത്തിയാൽ മുഴുവൻ തെളിവുകളും കൈമാറാൻ തയ്യാറാണ് എന്നും ഇന്ന് എ.കെ. നസീർ കൈരളി ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. ശരി, ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.